ഹലോ, സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ടർക്കിഷ് വിഭവമാണ് കാണിക്കുന്നത്. അവിടുത്തെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് മെനമെൻ. മുട്ടയാണ് ഇതിൻ്റെ പ്രധാന ചേരുവ. പിന്നെ തക്കാളി, ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ മെനുമെൻ തയ്യാറാക്കാനായിട്ട് അവിടെ ഇങ്ങനെയുള്ള ഒരു കോപ്പർ പാനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ട് ഭാഗത്തും അതിൻ്റെ ഹാൻഡിലും പിന്നെ അടിഭാഗത്ത് ഇങ്ങനെ നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുള്ള നല്ല ഒരു കോപ്പർ പാൻ. ഈ പാനിൻ്റെ പേര് സഹാൻ എന്നാണ്. ഇതിലാണ് കുക്ക് ചെയ്യുന്നതും സെർവ് ചെയ്യുന്നതും. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒലിവ് ഓയിലാണ് ഇതിൽ ചേർക്കുന്നത്. ഓയിലായിട്ട് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള കുത്തിയിരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളക് 1-2 ഒരെണ്ണമൊക്കെ മതിയാവും. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒരുവിധം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കണം. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്കുള്ള മെയിൻ ചേരുവ മുട്ടയാണ്. അപ്പോൾ 2 പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിക്കുക. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ട അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മൂടി വെച്ചത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. തക്കാളിയും ക്യാപ്സിക്കവും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ പിന്നെ കുറച്ചും കൂടെ കൂടുതൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ ആണ് ചേർത്തിട്ടുള്ളത്, ഓപ്ഷനിലാണ്. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർക്കാം. ഇനി ആ സ്പാറ്റിൽ വെച്ചിട്ട് തന്നെ സോഫ്റ്റായിട്ടുള്ള തക്കാളികളൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുവിധം ഉടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വശങ്ങളിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ നടുഭാഗം ക്ലീൻ ആക്കിയിട്ട് ഇനി ആ ഭാഗത്തേക്ക് മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ആ വെജിറ്റബിളൊക്കെ ഇട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വല്ലാതെ ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ വെജിറ്റബിളൊക്കെ ഇട്ടൊന്ന് മിക്സ് ആയാൽ മതി. പിന്നെ ഈ ഒരു വിഭവത്തിൻ്റെ പ്രത്യേകത, അധികം ഇങ്ങനെ മുട്ട ഓവർ കുക്ക് ആവാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 10-30 സെക്കൻഡ് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോഴേക്കും മുട്ട ഒന്ന് സെറ്റായിട്ടുണ്ടാവും. കണ്ടോ, ഈ ഒരു പരുവമാണ് വേണ്ടത്. 2 ചേരുവകളും കൂടി ഉണ്ട്. ചതച്ച മുളകാണ്, ഒരു 1/4 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ചീസ് ഉണ്ടെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഫെറ്റ ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. പിന്നെ അതുപോലെ ഉള്ളി അതെ കേട്ടോ, വേണമെന്നൊന്നുമില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ആ ചൂടിൽ ചീസ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ ഈ മെനമെൻ. അപ്പോൾ ടർക്കിയിൽ ഞങ്ങൾ പോയ ആ സമയത്ത് ഈ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈ ഒരു ഐറ്റം എപ്പോഴും ഉണ്ടാവും. കാരണം മെനുമെനും അതുപോലെ നല്ല ഫ്രഷ് ടർക്കിഷ് ബ്രെഡും കൂടെയാണ് കോമ്പിനേഷൻ. ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ടും കൂടെ കഴിക്കാനായിട്ട്. അവിടെ പോയിട്ടുള്ളവരൊക്കെ ഇത് കഴിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ അവർ ടർക്കിഷ് ടീയും പിന്നെ കുറേ ഡിപ്പുകളുണ്ടാവും. പിന്നെ കുറേ തരം ചീസുകളും കൊണ്ടുവയ്ക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.